പ്രിയ വിദ്യാർത്ഥികളെ, സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ 9ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ലെ? എങ്ങനെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ കോൾ ചെയ്യാം, അത് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഡാറ്റ ടൈപ്പുകൾ എങ്ങനെ, റിട്ടേൺ കൊടുക്കേണ്ടത് ഏതൊക്കെ അവസരങ്ങളിലാണ്, റിട്ടേൺ കൊടുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഫംഗ്ഷൻ കോളിംഗ് എങ്ങനെ നടത്തണം, പിന്നെ ആർഗ്യുമെന്റ്സിന്റെ പ്രത്യേകത, രണ്ട് തരത്തിലുള്ള ആർഗ്യുമെന്റ്സ്, അതായത് ഫോർമൽ പാരാമീറ്റേഴ്സും ഉണ്ട്, ഫോർമൽ ആർഗ്യുമെന്റ്സും ഉണ്ട്, ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതിനുശേഷം ഡീഫോൾട്ട് ആർഗ്യുമെന്റ് എന്താ നമുക്ക് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാനുള്ള വിവിധ തരം മെത്തേഡുകളെ കുറിച്ചാണ്. മെത്തേഡ്സ് ടു കോളിംഗ് എ ഫംഗ്ഷൻ. പ്രധാനമായും രണ്ട് തരത്തിലാണ് ഒരു ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കുക. ആ രണ്ട് മെത്തേഡുകളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ആ മെത്തേഡുകൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വ്യക്തമായിട്ട് ഒന്നുകൂടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് പാരാമീറ്റേഴ്സിനെ കുറിച്ചാണ്. കാരണം ഈ പാരാമീറ്റേഴ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫംഗ്ഷൻ കോളിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? ആക്ച്വൽ പാരാമീറ്റേഴ്സും ഫോർമൽ പാരാമീറ്റേഴ്സും. ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ ഫംഗ്ഷൻ കോളിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന് ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്? കാരണം ഒറിജിനൽ വാല്യൂ, അല്ലെ, നമ്മൾ ഫംഗ്ഷൻ കോളിംഗിന് വേണ്ടി സപ്ലൈ ചെയ്യുന്ന ഒറിജിനൽ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് ഈ ആക്ച്വൽ പാരാമീറ്ററിലാണ്. അതൊരു വേരിയബിളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വാല്യൂ, ചിലപ്പോൾ അത് എക്സ്പ്രഷൻ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ചിലപ്പോൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാം. എങ്ങനെയാണ് എങ്കിലും അതാണ് ഒറിജിനൽ വാല്യൂ. ഫോർമൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സബ് ഫംഗ്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ആർഗ്യുമെന്റിനെയാണ്, പാരാമീറ്ററിനെയാണ് നമ്മൾ ഫോർമൽ പാരാമീറ്റർ അല്ലെങ്കിൽ ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്നും ആക്ച്വൽ ആർഗ്യുമെന്റിലുള്ള വാല്യൂവിനെ നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അതായിട്ട് വാല്യൂവിനെ സ്വീകരിക്കുകയല്ല, ഇവിടെ നിന്ന് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു വാല്യൂവിനെയാണ് ആ വേരിയബിൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫോർമൽ പാരാമീറ്റർ അല്ലെങ്കിൽ ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫംഗ്ഷൻ കോളിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന പാരാമീറ്ററിനെയാണ്, ആർഗ്യുമെന്റിനെയാണ് നമ്മൾ ഫോർമൽ പാരാമീറ്റർ അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റർ അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന പാരാമീറ്ററിനെയാണ് നമ്മൾ ഫോർമൽ പാരാമീറ്റർ അല്ലെങ്കിൽ ഫോർമൽ ആർഗ്യുമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാൻ വന്ന കാര്യത്തിലേക്ക് വരാം. മെത്തേഡ്സ് ഓഫ് കോളിംഗ് ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞു രണ്ട് തരത്തിലാണ് നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ സാധിക്കുക. ഒരു C++ പ്രോഗ്രാം എഴുതുമ്പോൾ രണ്ട് തരത്തിലാണ് നമുക്കൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിനുള്ള മെത്തേഡുകൾ. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കോൾ ബൈ വാല്യൂ മെത്തേഡ്. ശ്രദ്ധിക്കുക, കോൾ ബൈ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ എന്ന് പറയും. നമ്മൾ പറഞ്ഞു മെയിൻ ഫംഗ്ഷൻ എന്ന ഫംഗ്ഷൻ കോളിംഗിന്റെ സമയത്ത് ഈ ഫംഗ്ഷനിലേക്ക് ഇവിടെ നിന്നുള്ള വാല്യൂവിനെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു, അല്ലെ? അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പാസ് ബൈ വാല്യൂ എന്നുള്ളൊരു പേര് കൂടെ വരുന്നത്. ഫംഗ്ഷൻ കോളിംഗുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ടാണ് കോൾ ബൈ വാല്യൂ എന്നുള്ള പേര് പറയുന്നത്. കൂടുതലും കോൾ ബൈ വാല്യൂ എന്നാണ് നമ്മൾ പറയാറ്. പാസ് ബൈ വാല്യൂ എന്നുള്ള ഒരു പേര് കൂടെ അതിനുണ്ട്, ശ്രദ്ധിക്കുക. അപ്പം കോൾ ബൈ വാല്യൂ മെത്തേഡാണ് ആദ്യത്തെ മെത്തേഡ്. ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുവരെ ചെയ്ത ഫംഗ്ഷൻ കോളിംഗ് രീതികളെല്ലാം തന്നെ കോൾ ബൈ വാല്യൂ മെത്തേഡാണ്. ഈ മെത്തേഡിൽ നമ്മൾ ആക്ച്വൽ ആർഗ്യുമെന്റിൽ ഉള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ഒരു വേരിയബിളിനുള്ളിലുള്ള വാല്യൂ ആയിരിക്കും, ചിലപ്പോൾ അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ 10, 5 എന്നൊക്കെ പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് തന്നെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. 5 + 8 അല്ലെങ്കിൽ A+B എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ കൊടുത്താലും ഇവിടുന്ന് ഒരു വാല്യൂ ആണ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അപ്പം ഈ ആക്ച്വൽ ആർഗ്യുമെന്റ് ആയിട്ടുള്ള വാല്യൂവിന്റെ ഒരു കോപ്പിയാണ് നമ്മൾ ഫോർമൽ പാരാമീറ്ററിലേക്ക് കൊടുക്കുന്നത്, പാസ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ? അപ്പം ആക്ച്വൽ ആർഗ്യുമെന്റിലുള്ള ഒരു വാല്യൂ, ആ ആക്ച്വൽ ആർഗ്യുമെന്റ് ആയിട്ടുള്ളതിന്റെ ഒരു കോപ്പിയാണ് നമ്മൾ ഫോർമൽ പാരാമീറ്ററിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പൊ ആ കോപ്പി ആയിട്ട് കിട്ടിയ വാല്യൂവിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഫംഗ്ഷനിൽ പ്രോസസ്സ് ചെയ്യുന്നത്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്ത് റിസൾട്ടിനെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ കോപ്പി ആയിട്ട് കിട്ടിയ വാല്യൂവിനെ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. ഒറിജിനൽ വാല്യൂ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആക്ച്വൽ ആർഗ്യുമെന്റ് ആയിട്ടുള്ള മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ വെച്ചെടുത്ത് തന്നെയുണ്ട്. ക്ലിയർ? അപ്പം ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ കോളിംഗിന്റെ പ്രത്യേകത അനുസരിച്ച് ഇവിടുന്ന് നമ്മളൊരു കോപ്പിയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കോപ്പി ആയിട്ട് കിട്ടുന്ന വാല്യൂവിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ, ഇഫ് ദർ ഈസ് എനി ചേഞ്ച് ഇൻ ദ ഫോർമൽ ആർഗ്യുമെന്റ്, ആ ഫോർമൽ ആർഗ്യുമെന്റ് ആയിട്ട് കിട്ടിയ വാല്യൂവിൽ നമ്മൾ അവിടെ നടത്തുന്ന പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒക്കെ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഫോർമൽ ആർഗ്യുമെന്റിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും ആക്ച്വൽ ആർഗ്യുമെന്റിൽ ബാധിക്കില്ല. കാരണം ഇതിന്റെ ഒരു കോപ്പിയാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തത്, അല്ലെ? നിങ്ങളൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പലപ്പോഴും പല സർട്ടിഫിക്കറ്റുകളുടെയും കോപ്പി കൊടുക്കാറുണ്ട്. ഒറിജിനൽ കൊടുക്കുന്നതിന് പകരം അതിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ സബ്മിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ഫോട്ടോ കോപ്പീസ് സബ്മിറ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? അത്ര ഒറിജിനൽ സബ്മിറ്റ് ചെയ്യാൻ അത്ര ആവശ്യമില്ലാത്തടത്ത് നമ്മൾ ഫോട്ടോ കോപ്പീസ് സബ്മിറ്റ് ചെയ്യും. അതിന്റെ ഉദ്ദേശം എന്താണ്? ഇൻ കേസ് അവരുടെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാൽ അത് ആ ഫോട്ടോ കോപ്പിയെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ ബാധിക്കുവോ? ഇല്ല. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അല്ലെ? നമ്മൾ അതിന്റെ ഒരു ഫോട്ടോ കോപ്പി മാത്രമാണ് കൊടുത്തത്. ആ ഫോട്ടോ കോപ്പി സപ്പോസ് അത് കീറിപ്പോയി, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒരു വര വീണു, അല്ലെങ്കിൽ കത്തിപ്പോയി, അത്തരത്തിലുള്ള എന്ത് ഡാമേജ് സംഭവിക്കുന്നതും അത് ആ ഫോട്ടോ കോപ്പി ആയിട്ടുള്ള ഡോക്യുമെന്റിൽ മാത്രമാണ് സംഭവിക്കുന്നത്. ഒറിജിനൽ ഡോക്യുമെന്റ് ഇവിടെ സേഫ് ആണ്, അല്ലെ? അപ്പൊ അത്തരത്തിൽ നമ്മളൊരു കോപ്പി ആയിട്ട് ഈ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ ഒരു കോപ്പി നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്തൊക്കെ ചേഞ്ചസ് നടന്നാലും അതൊരിക്കലും ആക്ച്വൽ ആർഗ്യുമെന്റിനെ ബാധിക്കില്ല. ക്ലിയർ ആയോ? അതാണ് കോൾ ബൈ വാല്യൂ മെത്തേഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ കോൾ ബൈ വാല്യൂ മെത്തേഡാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ജസ്റ്റ് ഒരു വാല്യൂവിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഒക്കെ ഉള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഈ പ്രോഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് ചേഞ്ച് എന്നുള്ള പേരിൽ ഒരു ഫംഗ്ഷൻ ആണ്, വോയിഡ് ആണ് കൊടുത്തിരിക്കുന്നത്. വോയിഡ് അതിന്റെ ഡാറ്റ ടൈപ്പ് ആയിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ ഫംഗ്ഷനിൽ നിന്നും ഒരു റിട്ടേൺ വാല്യൂ ഇല്ല. ഇപ്പൊ വോയിഡ് ചേഞ്ച്, അതിന് ഒരു ഫോർമൽ പാരാമീറ്റർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. n എന്നാണ് അതിന്റെ പേര്. അത് ഇന്റിജർ ഡാറ്റ ടൈപ്പിലുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടുത്തെ ഫോർമൽ പാരാമീറ്റർ എന്ന് പറയുന്നത് n ആണ്. ഇനി ആ ഫംഗ്ഷന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ് എന്താണ്? n ഈസ് ഈക്വൽ ടു n പ്ലസ് 1. എന്നിന്റെ വാല്യൂ എന്താണോ അതിലേക്ക് ഒന്നുകൂടെ കൂട്ടി അതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു, വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്. അതിനുശേഷം ശ്രദ്ധിക്കുക, ആ എന്നിന്റെ വാല്യൂ, ആ ഫംഗ്ഷൻ അപ്ഡേറ്റഡ് ആയ എന്നിന്റെ വാല്യൂ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. സി ഔട്ട് കമാൻഡ് ഉപയോഗിച്ച് നമ്മൾ അവിടെ തന്നെ അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് കാണാം. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇല്ല. കാരണം എന്താണ്? ഫംഗ്ഷന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? വോയിഡ് ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ കോൾ ചെയ്തിടത്തേക്കൊന്നും തിരിച്ച് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്ഡേറ്റ് ചെയ്ത വാല്യൂ അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്യാം. ഇനി മെയിൻ ഫംഗ്ഷനിലേക്ക് വരാം. മെയിൻ ഫംഗ്ഷൻ വോയിഡ് എന്ന് പറഞ്ഞാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ ജീനിയിലൊന്നുമല്ല എഴുതുന്നതെന്ന് വിചാരിക്കാം, മറ്റേതെങ്കിലും കമ്പൈലറിലാണ് എഴുതുന്നത്. അതുകൊണ്ട് നമുക്ക് മെയിന്റെ കൂടെ വോയിഡ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു ഫംഗ്ഷന്റെ എക്സാമ്പിൾ അല്ല, ബട്ട് ഡാറ്റ ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് ജസ്റ്റ് ആ ഫംഗ്ഷൻ കോളിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രം ശ്രദ്ധ കൊടുക്കുക. ഫംഗ്ഷന്റെ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് അധികം വ്യാകുലപ്പെടേണ്ട. ഓക്കെ, ഇപ്പൊ വോയിഡ് മെയിൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെ ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര്? എക്സ് എന്നാണ് ആ വേരിയബിളിന്റെ പേര്. ആ വേരിയബിളിലേക്ക് ഞാൻ ഒരു ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്തിരിക്കുന്നത്? 20 എന്നുള്ള ഒരു ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്റിജർ ടൈപ്പുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എക്സ് എന്നുള്ള പേരിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതിൽ ഞാൻ 20 എന്നുള്ള ഒരു വാല്യൂ കൊടുത്തിരിക്കുന്നു. ക്ലിയർ? ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? ചേഞ്ച് ഓഫ് എക്സ്. അതെന്താണ്? ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷൻ ആണ്, അല്ലെ? മുകളിൽ ഡിക്ലെയർ ചെയ്ത വോയിഡ് ഡാറ്റ ടൈപ്പിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫംഗ്ഷനെയാണ് നമ്മൾ ഇവിടെ കോൾ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരേ ഒരു ആർഗ്യുമെന്റേ ഉള്ളൂ. അത് n എന്നുള്ള ഒരു ഫോർമൽ ആർഗ്യുമെന്റ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇവിടുന്ന് ഒരു വാല്യൂ കൊണ്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ എക്സ് എന്നുള്ള വാല്യൂവിനെ ഇവിടെ നിന്നും ആക്ച്വൽ ആർഗ്യുമെന്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഫംഗ്ഷനിൽ കോൾ ചെയ്യുന്നു, അവിടെ നിന്ന് പ്രോസസ് ചെയ്യും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാണ്. ഫംഗ്ഷൻ കോളിംഗിന് ശേഷം ഫ്ലോ ഇങ്ങോട്ട് തിരിച്ച് വരും. അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ നടക്കുന്നത് എന്താണ്? സി ഔട്ട് എക്സിന്റെ വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സിന്റെ വാല്യൂ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അല്ല, ഇതാണ് മെയിൻ ഫംഗ്ഷനും അതിന്റെ സബ് ഫംഗ്ഷനും എന്ന് പറയുന്നത്. ചേഞ്ച് എന്നുള്ള സബ് ഫംഗ്ഷൻ അതിനെ മെയിൻ ഫംഗ്ഷനിൽ നിന്നും കോൾ ചെയ്തിരിക്കുന്നു. ഇതൊരു കോൾ ബൈ വാല്യൂ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു കോൾ ബൈ വാല്യൂ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചേഞ്ച് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ കോളിംഗിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഏതാണ്? എക്സ് എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? എക്സ് എന്ന് പറഞ്ഞ ആ വേരിയബിൾ, അതിനെയാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് ഈ പ്രോഗ്രാമിൽ വിശേഷിപ്പിക്കുക. ഓക്കെ, അതിൽ ഒരു ഒറിജിനൽ വാല്യൂ ഉണ്ട്. ഏതാണ്? നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ഏതാണ്? 20. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എക്സ് എന്നുള്ള വേരിയബിൾ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 20 എന്നുള്ള വാല്യൂ ആണ്. അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ 20 എന്നുള്ളതാണ് അവിടുത്തെ ആക്ച്വൽ ആർഗ്യുമെന്റ് ആയിട്ട് വർക്ക്. ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, ഇനി ചേഞ്ച് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ കോളിംഗ് നടക്കുമ്പോൾ ഈ എക്സ് എന്നുള്ള ആക്ച്വൽ ആർഗ്യുമെന്റിലുള്ള വാല്യൂവിന്റെ ഒരു കോപ്പി എങ്ങോട്ട് പാസ് ചെയ്യും? നമ്മുടെ സബ് ഫംഗ്ഷനിലേക്ക്, ചേഞ്ച് എന്നുള്ള ഫംഗ്ഷനിലേക്ക് ഇതിന്റെ ഒരു കോപ്പി പാസ് ചെയ്യും. അതായത് n എന്ന് പറഞ്ഞ ഫോർമൽ ആർഗ്യുമെന്റിലേക്ക് ഈ എക്സിലുള്ള വാല്യൂവിന്റെ ഒരു കോപ്പി കിട്ടും. കോപ്പി മാത്രമാണ്, ഒറിജിനൽ വാല്യൂ പാസ് ചെയ്തിട്ടില്ല. ഒറിജിനൽ വാല്യൂ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, എക്സിൽ തന്നെ ഉണ്ട്. എക്സിലുള്ള വാല്യൂവിന്റെ ഒരു കോപ്പി നമ്മൾ ഫോർമൽ പാരാമീറ്ററിലേക്ക് പാസ് ചെയ്തു. ഓക്കെ, അപ്പൊ ആ ഫംഗ്ഷൻ കോളിംഗ് നടന്നു കഴിയുമ്പോൾ ഇപ്പം എക്സിലും 20 എന്നുള്ള വാല്യൂ ഉണ്ട്, എന്നിലും 20 എന്നുള്ള വാല്യൂ ഉണ്ട്. ഇപ്പം ഫംഗ്ഷൻ കോളിംഗ് നടന്നു കഴിഞ്ഞാൽ മാത്രമാണ്. അതിന് മുമ്പ് എന്നിൽ ഒരു വാല്യൂ ഇല്ലായിരുന്നു, ജസ്റ്റ് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നിൽ ഒരു വാല്യൂ വെച്ചിട്ടില്ലായിരുന്നു. എപ്പോഴാണ് എന്നിലേക്ക് ഒരു വാല്യൂ എത്തുന്നത്? ഫംഗ്ഷൻ കോളിംഗിന്റെ സമയത്ത്. അത് എവിടെ നിന്നാണ്? എക്സ് എന്നുള്ള വാല്യൂവിന്റെ ഒരു കോപ്പി നമ്മൾ എന്നിലേക്ക് കൊടുത്തു. ഓക്കെ, ഇനി ആ എന്നിലേക്ക് ഒരു വാല്യൂ കിട്ടിയത് കൊണ്ട് ഫംഗ്ഷൻ പ്രോസസ് ചെയ്യും. ഫംഗ്ഷൻ എന്താണ് നടക്കുന്നത്? n is equal to n plus 1. n plus 1 എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 20 ആണ്. 20 plus 1 21 എന്നായി. ഏതിന്റെ വാല്യൂ? എന്നിന്റെ വാല്യൂ 21 എന്നായി. ക്ലിയർ? ഇനി താഴെ n ഡിസ്പ്ലേ ചെയ്യുന്നു. Cout n is equal to 21 എന്ന് അത് ഡിസ്പ്ലേ ചെയ്യും. ഇനി ഫംഗ്ഷനിൽ എന്തെങ്കിലും സബ് ഫംഗ്ഷനിൽ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാമിന്റെ ഫ്ലോ എന്ന് പറയുന്നത് അത് കോൾ ചെയ്ത മെയിൻ ഫംഗ്ഷനിലേക്ക് തിരിച്ചു പോകും. ചേഞ്ച് ഓഫ് എക്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗത്തേക്ക് അത് തിരിച്ചുപോയി. ഇനി അവിടെ മെയിൻ ഫംഗ്ഷനിൽ ആണ് ഇപ്പൊ ഫ്ലോ എത്തിയിരിക്കുന്നത്. ഇനി അവിടെ എന്താണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്? ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. ഏതാണത്? സി ഔട്ട് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ എക്സിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അവിടെ സബ് ഫംഗ്ഷനിൽ എന്നിന്റെ വാല്യൂ 21 ആയി. അത് ഏതിനാണ് മാറ്റം സംഭവിച്ചത്? നമ്മൾ ഇവിടുന്ന് കൊടുത്ത ഒരു കോപ്പിക്ക് മാത്രമാണ് മാറ്റം സംഭവിച്ചത്. ഇവിടെ എക്സിലുള്ള വാല്യൂ ഇപ്പൊ ഏതാണ്? 20 തന്നെയാണ്, ഒറിജിനൽ വാല്യൂ തന്നെയാണ്. അതിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളിവിടെ എക്സിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഏതെന്നാണ് ഡിസ്പ്ലേ ചെയ്യുക? എക്സ് ഈസ് ഇക്വൽ ടു 20 എന്നാണ് ഡിസ്പ്ലേ ചെയ്യുക. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് n ഈസ് ഇക്വൽ ടു 21, അതിന്റെ താഴെ എക്സ് ഈസ് ഇക്വൽ ടു 20 എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഇതാണ് കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ ഒരു കോപ്പി മാത്രം നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റിലേക്ക് പാസ് ചെയ്യുന്നു. അത് അവിടെ വെച്ച് പ്രോസസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാതിരിക്കാം. നമ്മളിപ്പോ ഇവിടെ എഴുതിയത് സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷനാണ് എഴുതിയത്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും മാറ്റം അവിടെ സംഭവിച്ചാലും അത് ആരെ ബാധിക്കില്ല? നമ്മുടെ ഈ ആക്ച്വൽ ആർഗ്യുമെന്റിനെ അത് ബാധിക്കില്ല. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഫംഗ്ഷൻ കോളിങ്ങിനെയാണ് നമ്മൾ കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. വാല്യൂവിന്റെ ഒരു കോപ്പി നമ്മൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു, അവിടെ വെച്ച് പ്രോസസ് ചെയ്യുന്നു. അതെങ്ങനെ വേണമെങ്കിലും പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കാം. ഇനി എന്തെങ്കിലും മാറ്റം ആ ഫോർമൽ ആർഗ്യുമെന്റിന് സംഭവിച്ചാൽ ഒറിജിനൽ വാല്യൂവിന് ഒരു മാറ്റവും ഇവിടെ സംഭവിക്കില്ല. ക്ലിയർ? അത്തരത്തിലുള്ള ഫംഗ്ഷൻ കോളിങ്ങിനെയാണ് നമ്മൾ കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുക. ക്ലിയർ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് നമ്മുടെ കയ്യിൽ, എന്റെ കയ്യിൽ ഇപ്പം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പേരും അവരുടെ ഫോൺ നമ്പറും ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പേരും ഫോൺ നമ്പറും എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം എന്നോട് പ്രിൻസിപ്പൽ ആവശ്യപ്പെടുന്നു ഈ കുട്ടികളുടെ ആ പേരും ഫോൺ നമ്പറും അടങ്ങുന്ന ഒരു ലിസ്റ്റ് എനിക്ക് കൂടെ വേണം.
കാരണം എനിക്ക് അവരെ ചിലരെയൊക്കെ വിളിക്കാനുണ്ട് എന്ന് അദ്ദേഹത്തിന് ഒരു ആവശ്യം പറയുകയാണെന്ന് വെച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ കയ്യിലുള്ള ഈ ഒരു പ്രിന്റഡ് കോപ്പിയുടെ ഒരു ഫോട്ടോ കോപ്പി ഞാൻ എടുത്തിട്ട് ഒറിജിനൽ എന്റെ കയ്യിൽ വെക്കുന്നു, അതിന്റെ കോപ്പി ഞാൻ പ്രിൻസിപ്പളിന് കൊടുക്കുന്നു. ഓക്കെ, പ്രിൻസിപ്പളിന് ഞാൻ ആ ഫോട്ടോ കോപ്പി കൊടുക്കുമ്പോൾ എന്റെ കയ്യിൽ ഒരു ഒറിജിനൽ കോപ്പി ഉണ്ട്, അതിന്റെ സെയിം ഫോട്ടോ കോപ്പി തന്നെ പ്രിൻസിപ്പളുടെ കയ്യിലുണ്ട്. എന്റെ അടുത്തുള്ള അതേ വാല്യൂസ് തന്നെയാണ് പ്രിൻസിപ്പളുടെ അടുത്തും ഇപ്പോൾ ഉള്ളത്, അതേ പേരുകളും അതേ നമ്പറുകളും ഒക്കെ തന്നെയാണ് പ്രിൻസിപ്പളുടെ അടുത്തുള്ളത്. ഓക്കെ, സപ്പോസ് പ്രിൻസിപ്പൾ ഇതിൽ ആരെങ്കിലും ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഒരു പാരന്റ് പറയുന്നു, സർ എന്റെ ഫോൺ നമ്പറിൽ ചെറിയൊരു മാറ്റം, ഇന്നലെ ഞാൻ സിം മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ഫോൺ നമ്പർ ഒന്ന് മാറ്റി എഴുതി വെക്കണം, കാരണം പഴയ നമ്പറിൽ ചിലപ്പോൾ വിളിച്ചാൽ എന്നെ കിട്ടില്ല, അതുകൊണ്ടൊന്ന് മാറ്റി എഴുതണം എന്ന് പറയും. അപ്പൊ പ്രിൻസിപ്പൾ എന്ത് ചെയ്യും, പഴയ നമ്പർ അവിടെ കട്ട് ചെയ്തിട്ട് പുതിയ നമ്പർ എഴുതി വെക്കും. ഓക്കെ, അത് എവിടെ മാത്രമാണ് ആ മാറ്റം വന്നത്? പ്രിൻസിപ്പളിന്റെ കയ്യിലുള്ള കോപ്പിയിൽ മാത്രമാണ് ആ പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത്, ഇല്ലേ? ആ ഫോട്ടോ കോപ്പിയിൽ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത്. പ്രിൻസിപ്പൾ അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്ത അതേ സമയത്ത് ആ അപ്ഡേഷൻ എനിക്കിവിടെ കിട്ടുമോ? ഇല്ല എങ്കിൽ പ്രിൻസിപ്പൾ അതെന്നെ പ്രത്യേകമായിട്ട് വിളിച്ചറിയിച്ച് ഇങ്ങനെ ഒരു മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാറ്റിച്ചാൽ മാത്രമേ അതും ഇവിടെ മാറുള്ളൂ, അല്ലെ? അല്ലാതെ പ്രിൻസിപ്പൾ അവിടെ നമ്പർ കട്ട് ചെയ്ത് പുതിയ നമ്പർ എഴുതി എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അതെന്റെ കയ്യിലിരിക്കുന്ന പേപ്പറിൽ ആ മാറ്റം സംഭവിക്കില്ല. ക്ലിയർ? അതാണ് കോൾ ബൈ വാല്യൂ മെത്തേഡിൽ സംഭവിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു വാല്യൂവിന്റെ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ ഒരു കോപ്പിയാണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റിലേക്ക് കൊടുക്കുക. അത് അവിടെ വെച്ച് എന്ത് പ്രോസസ്സിനും വിധേയമാകാം. ആ ഫംഗ്ഷൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം അവിടെ പ്രവർത്തിക്കും, അല്ലെ? അപ്പൊ ചിലപ്പോൾ ഈ ഫോർമൽ ആർഗ്യുമെന്റിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ പോലും അതെന്തിനെ ബാധിക്കില്ല? ആക്ച്വൽ ആർഗ്യുമെന്റിനെ ബാധിക്കില്ല. അതാണ് കോൾ ബൈ വാല്യൂ മെത്തേഡ്. നമ്മൾ ഇത്രയും ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത പ്രോഗ്രാമുകളൊക്കെ അത് തന്നെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോൾ ബൈ റഫറൻസ് മെത്തേഡ്. കോൾ ബൈ റഫറൻസ് അല്ലെങ്കിൽ പാസ് ബൈ റഫറൻസ് മെത്തേഡ്. ഇത് കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം കോൾ ബൈ വാല്യൂ നമ്മൾ ഇതിനു മുമ്പ് പരിചയിച്ചായതുകൊണ്ട് നമ്മൾ ഫംഗ്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും ഈ ഒരു മെത്തേഡ് തന്നെയാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല, വലിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ കോൾ ബൈ റഫറൻസ് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയ രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കോൾ ബൈ റഫറൻസ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, കോൾ ബൈ റഫറൻസിൽ നടക്കുന്നത്, നമ്മൾ കോൾ ബൈ വാല്യൂവിൽ എന്താണ് പറഞ്ഞത്? ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ ഒരു കോപ്പി ഫോർമൽ ആർഗ്യുമെന്റിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ കോൾ ബൈ റഫറൻസിൽ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ അതേ മെമ്മറി ലൊക്കേഷൻ ഫോർമൽ ആർഗ്യുമെന്റുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അതായത് ഫോർമൽ ആർഗ്യുമെന്റിന് സ്വന്തമായിട്ട് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാകില്ല. പകരം കോൾ ബൈ റഫറൻസിൽ ഫോർമൽ ആർഗ്യുമെന്റ് ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? കോൾ ബൈ വാല്യൂവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം എക്സ് എന്ന് പറഞ്ഞ ആക്ച്വൽ ആർഗ്യുമെന്റിന് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, അതിൻ്റെതായ ഒരു അഡ്രസ് ഉണ്ട്. എൻ എന്ന് പറഞ്ഞ ഫോർമൽ ആർഗ്യുമെന്റിന് വ്യത്യസ്തമായ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. പക്ഷേ കോൾ ബൈ റഫറൻസിൽ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷൻ തന്നെയാണ് ഫോർമൽ ആർഗ്യുമെന്റും ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഫോർമൽ ആർഗ്യുമെന്റിന് വേണ്ടി ഒരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഫോർമൽ ആർഗ്യുമെന്റ് ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷൻ തന്നെയാണ് ഉപയോഗിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൾ ബൈ റഫറൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷൻ ഫോർമൽ ആർഗ്യുമെന്റുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ, നേരത്തെ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പളിന് ഞാൻ കുട്ടികളുടെ പേരും ഫോൺ നമ്പറും അടങ്ങുന്ന ഡീറ്റെയിൽസ് കൊടുക്കുന്ന രീതി, അതിനെ കോൾ ബൈ റഫറൻസ് എന്നുള്ള മെത്തേഡിന്റെ രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ ഈ ഒരു ഡീറ്റെയിൽസ്, കുട്ടികളുടെ പേരും ഫോൺ നമ്പറും അടങ്ങുന്ന ലിസ്റ്റ് എന്റെ മെയിലിൽ, എന്റെ പേഴ്സണൽ മെയിലിൽ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഈ പേഴ്സണൽ മെയിൽ അല്ലെങ്കിൽ സ്കൂളിന്റെ മെയിൽ തന്നെയാണെന്ന് വിചാരിക്കുക. ഒരു മെയിൽ ഐ ഡിയിൽ ഞാൻ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഒരു ഇന്റർനെറ്റ് സംവിധാനത്തിൽ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്.
പ്രിൻസിപ്പൽ എന്നോട് ഈ പറഞ്ഞ കുട്ടികളുടെ ലിസ്റ്റും ഫോൺ നമ്പറും ആവശ്യപ്പെടുമ്പോൾ ഞാൻ സാറിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഇത് പ്രിന്റ് എടുത്തിട്ട് അതിന്റെ കോപ്പി എടുത്തിട്ടല്ല കൊടുക്കുന്നത്, പകരം അതിന്റെ ഇന്റർനെറ്റ് ലൊക്കേഷൻ, അതിന്റെ മെമ്മറി ഞാൻ സാറിന് ഷെയർ ചെയ്യുന്നു. ഇന്ന അഡ്രസ്സിൽ എന്റെ അഡ്രസ്സ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, അതിന്റെ പാസ്വേഡ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, ഇതിന്റെ അത് കയറിയാൽ മതി, ഇന്നത്തെ സാധനം ഉണ്ട് എന്ന് പറയുന്നു. അല്ലെങ്കിൽ സ്കൂളിന്റെ മെയിൽ ഐ ഡിയിൽ സാധനം ഉണ്ടെന്ന് പറയുന്നത്, സാറിന് പാസ്വേഡ് അറിയാവുന്നതുകൊണ്ട് സാർ ആ പാസ്വേഡ് ഉപയോഗിച്ച് സ്കൂൾ മെയിൽ ഐ ഡിയിൽ കയറുന്നു. അപ്പൊ നിങ്ങളുടെ ലിസ്റ്റ് അവിടെ കിട്ടും. ആ ലിസ്റ്റ് ഉപയോഗിച്ച് സാറ് നിങ്ങളെ കോൾ ചെയ്യുന്നു. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഈ ഒരു പാരന്റ് പറയുന്നു നമ്പറിന് ചേഞ്ച് ഉണ്ട്. സാർ ആ നമ്പറിന്റെ ചേഞ്ച് അതിന്റെ പ്രിന്റ് ഒന്നും എടുക്കുന്നില്ല, പകരം സിസ്റ്റത്തിൽ തന്നെ ആ ഡോക്യുമെന്റിൽ തന്നെ ആ മാറ്റം വരുത്തി. ഓക്കെ, ഒരു കുട്ടിയുടെ ഫോൺ നമ്പറിൽ മാറ്റം സാർ അതിൻ്റെ അകത്ത് വരുത്തി എന്ന് വിചാരിക്കാം. എന്നെ ഇൻഫോം ചെയ്തിട്ടൊന്നുമില്ല, മാറ്റി എന്നൊന്നും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നും വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സാർ അത് മാറ്റി അതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലോസ് ചെയ്തു. പിന്നീട് ഞാൻ ഈ മെയിൽ ഓപ്പൺ ചെയ്ത് ഈ കുട്ടികളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ എനിക്ക് ഏത് നമ്പറാണ് കിട്ടുക? ഈ പുതുക്കിയ നമ്പറാണ് എനിക്ക് കിട്ടുക, അല്ലേ? കാരണം പ്രിൻസിപ്പൾ മാറ്റം വരുത്തിയത് ഏത് ഫയലിൽ തന്നെയാണ്? ഒറിജിനൽ ഫയലിൽ തന്നെയാണ് മാറ്റം വരുത്തിയത്. ഞാൻ അതിന്റെ മെമ്മറി ലൊക്കേഷനാണ് സാറിന് ഷെയർ ചെയ്ത് കൊടുത്തത്. ഒറിജിനൽ ഡോക്യുമെന്റിന്റെ കോപ്പിയല്ല, പകരം അതിരിക്കുന്ന ലൊക്കേഷനാണ് സാറിന് കൊടുത്തത്. അപ്പം സാർ അവിടെ ഉപയോഗിച്ചത് ആ മെമ്മറി ലൊക്കേഷൻ സാറിന് കിട്ടിയപ്പം സാർ ആ മെമ്മറി ലൊക്കേഷനിൽ ഇരിക്കുന്ന ഒറിജിനൽ ഫയലിനെ തന്നെയാണ് സാറ് ഉപയോഗിച്ചത്. ക്ലിയർ ആയോ? അപ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ സാറ് വരുത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നീട് ആ മെയിൻ ഡോക്യുമെന്റ് ആരൊക്കെ ഉപയോഗിക്കുന്നവർക്കെല്ലാം ആ മാറ്റം അതേപോലെ തന്നെ കിട്ടും. ക്ലിയർ? അപ്പം കോൾ ബൈ റഫറൻസിൽ നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷനാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷനാണ് ഫോർമൽ ആർഗ്യുമെന്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സബ് ഫംഗ്ഷനിൽ വെച്ച് ഫോർമൽ ആർഗ്യുമെന്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ അത് ആക്ച്വൽ ആർഗ്യുമെന്റിനെയും ബാധിക്കും. ഓക്കെ, കോൾ ബൈ റഫറൻസിൽ ഫോർമൽ ആർഗ്യുമെന്റിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ, if there is any change in the formal argument, that will reflect in the actual argument. ആക്ച്വൽ ആർഗ്യുമെന്റിൽ ആ മാറ്റം റിഫ്ലക്ട് ചെയ്യും, ബാധിക്കും. ക്ലിയർ? നമ്മൾ നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ തന്നെ എടുക്കുക. ചേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ വെച്ച് ചെയ്യുന്ന ആ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ചേഞ്ച് എന്നുള്ള ഫംഗ്ഷനെ കാണാം. വോയിഡ് എന്നുള്ള ഡാറ്റ ടൈപ്പ് ആണ്. അവിടെ ചേഞ്ച് എന്നുള്ള ഫംഗ്ഷന്റെ പേരുണ്ട്. ബ്രാക്കറ്റില് ഇന്റ് എൻ എന്നല്ല, എന്നിന് മുമ്പ് ഒരു ആംപർസാൻഡ് സിമ്പിൾ ഉണ്ട്. ഓക്കെ, ഒരു ആംപർസാൻഡ് സിമ്പിൾ ഉണ്ട്. അത് ഫോർമൽ ആർഗ്യുമെന്റിനെ നമ്മൾ കോൾ ബൈ റഫറൻസിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, കോൾ ബൈ റഫറൻസിൽ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. കോൾ ബൈ റഫറൻസിൽ ഫോർമൽ ആർഗ്യുമെന്റിനെ നമ്മൾ ഒരു റഫറൻസ് വേരിയബിൾ എന്നാണ് വിളിക്കുക. ശ്രദ്ധിക്കുക, കോൾ ബൈ റഫറൻസിൽ ഫോർമൽ ആർഗ്യുമെന്റിനെ നമ്മൾ ഒരു റഫറൻസ് വേരിയബിൾ എന്നാണ് വിളിക്കുക. അതൊരു റഫറൻസ് വേരിയബിൾ ആണ് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ആ വേരിയബിളിന്റെ തൊട്ട് മുമ്പ് ഒരു ആംപർസാൻഡ് സിമ്പിൾ ഉണ്ടാകും. അപ്പം ഏതെങ്കിലും ഫംഗ്ഷൻ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ആർഗ്യുമെന്റ്, ഫോർമൽ ആർഗ്യുമെന്റ് മുമ്പിൽ ഇങ്ങനെ ഒരു ആംപർസാൻഡ് സിമ്പിൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് അപ്പോഴേ മനസ്സിലാക്കാം അതൊരു റഫറൻസ് വേരിയബിൾ ആണ്, അവിടെ കോൾ ബൈ റഫറൻസ് ആണ് നടക്കുന്നത് എന്ന്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലൊരു ആംപർസാൻഡ് സിമ്പിൾ കാണുമ്പോൾ കമ്പൈലർ എന്ത് മനസ്സിലാക്കും? ഈ എൻ എന്ന് പറഞ്ഞ വേരിയബിളിന് സ്വന്തമായിട്ടൊരു മെമ്മറി ലൊക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനൊരു മെമ്മറി ലൊക്കേഷൻ കിട്ടും. എപ്പോ? ഫംഗ്ഷൻ കോളിംഗിന്റെ സമയത്ത് ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും അത് ഉപയോഗിക്കാൻ പോവുക. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ റഫറൻസ് വേരിയബിൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. റഫറൻസ് വേരിയബിൾ എന്ന് പറയുന്നത് അതിന് സ്വന്തമായിട്ടൊരു മെമ്മറി ലൊക്കേഷൻ ഇല്ല. എക്സ്ക്ലൂസീവ്ലി ഒരു മെമ്മറി അലോക്കേഷൻ അവിടെ ഫോർമൽ ആർഗ്യുമെന്റിന് വേണ്ടി നടക്കുന്നില്ല. പകരം അത് ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷനെ തന്നെയാണ് ഷെയർ ചെയ്ത് ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് പ്രോഗ്രാമിലേക്ക് വരാം, കുറച്ചുകൂടെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പൊ ആംപർസാൻഡ് എൻ എന്ന് അവിടെ എഴുതി, അതിന്റെ താഴെ നമ്മൾ നേരത്തെ എഴുതിയ അതേ കാര്യം തന്നെ, n = n+1 cout n, ആ കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ മെയിൻ ഫംഗ്ഷനിലേക്ക് വരുന്നു, അവിടെ x = 20 എന്ന് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ഓഫ് x എന്നുള്ള ഫംഗ്ഷൻ കോളിംഗ് നടക്കുന്നുണ്ട്. അതിനുശേഷം എക്സിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആകെ ഉള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഫോർമൽ ആർഗ്യുമെന്റിന്റെ ആ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഭാഗം മാത്രം, ഒരു ആംപർസാൻഡ് എന്നുള്ള സിമ്പിൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്.
ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. മെയിൻ ഫംഗ്ഷൻ ആണ് എക്സിക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എക്സിന്റെ വാല്യൂ 20 എന്നുണ്ട്. ചേഞ്ച് ഓഫ് എക്സ് എന്ന് വിളിക്കുമ്പോൾ കമ്പൈലർ ഇത് ഓൾറെഡി കമ്പൈൽ ചെയ്ത് എക്സിക്യൂഷൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പം ചേഞ്ച് എന്നുള്ള ഫംഗ്ഷനെ വിളിക്കുമ്പോൾ കമ്പൈലർ നോക്കും അവിടെയുള്ള ആർഗ്യുമെന്റിന്റെ ഫ്രണ്ടിൽ ഒരു ആംപർസാൻഡ് കൊടുത്തത് കൊണ്ട് അതൊരു റഫറൻസ് വേരിയബിൾ ആണ് എന്ന് കമ്പൈലർ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ നിന്നും ചേഞ്ച് ഓഫ് എക്സ് എന്ന് വിളിച്ചാൽ എക്സിലുള്ള 20 എന്നുള്ള വാല്യൂവിന്റെ കോപ്പിയല്ല അങ്ങോട്ട് കൊടുക്കുക, പകരം എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന്റെ മെമ്മറി ലൊക്കേഷനെ അത് എന്നുമായിട്ട് ഷെയർ ചെയ്യും. സപ്പോസ് എക്സ് എന്നുള്ളതിന്റെ മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത് സപ്പോസ് 1001 ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുണ്ട് വേരിയബിളിനെ സംബന്ധിച്ച് അതിനൊരു അഡ്രസ് ഉണ്ട്, അതിനൊരു പേരുണ്ട്, അതിനൊരു കണ്ടന്റ് ഉണ്ട്. 3 ആസ്പെക്ട്സ് ഓഫ് വേരിയബിൾസ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. മെമ്മറി അഡ്രസ്, കണ്ടന്റ്, വേരിയബിൾ നെയിം എന്നൊക്കെ പറഞ്ഞത് ആർ വാല്യൂ എൽ വാല്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചാണ്. അതിലെ ആ മെമ്മറി അഡ്രസ് എന്ന് പറഞ്ഞ കാര്യമാണ്. കണ്ടന്റിനെ അല്ല, മെമ്മറി അഡ്രസ്സിനെയാണ് എന്നുമായിട്ട് ഷെയർ ചെയ്യുക. സപ്പോസ് എക്സിന്റെ മെമ്മറി അഡ്രസ് 1001 ആണ് എങ്കിൽ ഈ ചേഞ്ച് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ കോളിംഗ് നടന്നു കഴിയുമ്പോൾ n എന്ന് പറഞ്ഞ ആ ഫോർമൽ ആർഗ്യുമെന്റ് ഈ 1001 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനെ അതിന്റെ മെമ്മറി ലൊക്കേഷനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. ക്ലിയർ? ചേഞ്ച് ഓഫ് എക്സ് എന്നുള്ള ഈ ഫംഗ്ഷൻ കോളിംഗ് നടക്കുമ്പോൾ എക്സ് എന്ന് പറഞ്ഞ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷനായ 1001 എന്ന് പറഞ്ഞ ആ മെമ്മറി ലൊക്കേഷനെ, ഈ 1001 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ എക്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത മെമ്മറി ലൊക്കേഷനാണ്. ഓക്കെ, ഇപ്പൊ ഈ ഫംഗ്ഷൻ കോളിംഗ് നടക്കുമ്പോൾ കോൾ ബൈ റെഫറൻസിൽ ഫംഗ്ഷൻ കോളിംഗ് നടക്കുമ്പോൾ ഈ എക്സിന്റെ മെമ്മറി ലൊക്കേഷനായ 1001 എന്ന് പറഞ്ഞ ആ മെമ്മറി ലൊക്കേഷനെ n എന്ന് പറഞ്ഞ വേരിയബിളും കൂടെ ഉപയോഗിക്കും, ഷെയർ ചെയ്ത് ഉപയോഗിക്കും. എപ്പോ വരെ? ആ ഫംഗ്ഷന്റെ പ്രോസസ് തീരുന്നത് വരെ. ക്ലിയർ? അല്ലാതെ എന്നിന് വേണ്ടി വ്യത്യസ്തമായ ഒരു മെമ്മറി ലൊക്കേഷൻ അവിടെ എക്സ്ക്ലൂസീവ്ലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, അലോക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? അപ്പൊ ഈ ഫംഗ്ഷൻ കോളിംഗ് നടന്നു കഴിയുമ്പോൾ എക്സിന്റെ മെമ്മറി ലൊക്കേഷനും എന്നിന്റെ മെമ്മറി ലൊക്കേഷനും 1001 എന്നുള്ള ഒരേ മെമ്മറി ലൊക്കേഷൻ തന്നെയാണ്. ക്ലിയർ? കോൾ ബൈ വാല്യൂവിൽ മുമ്പ് പഠിച്ച മെത്തേഡിൽ ഫംഗ്ഷൻ കോളിംഗ് നടന്നു കഴിയുമ്പോൾ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ വാല്യൂവും ഫോർമൽ ആർഗ്യുമെന്റിന്റെ വാല്യൂവും ഒരേ വാല്യൂ ആയിരിക്കും. കാരണം വാല്യൂ ആണ് നമ്മൾ കോപ്പി ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ കോൾ ബൈ റെഫറൻസിൽ ഫംഗ്ഷൻ കോളിംഗ് നടന്നു കഴിയുമ്പോൾ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷനും ഫോർമൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷനും ഒരേ മെമ്മറി ലൊക്കേഷൻ ആയിട്ട് മാറും. വ്യത്യാസം മനസ്സിലാക്കുക. ഒന്നിന് മെമ്മറി ലൊക്കേഷൻ ആണ്, മറ്റൊരു വാല്യൂ ആണ്. അപ്പം എക്സിന്റെ ഈ മെമ്മറി ലൊക്കേഷൻ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇപ്പം 1001 എന്നുള്ള മെമ്മറി ലൊക്കേഷനിൽ ഉള്ള വാല്യൂ ഏതാണ്? 20 എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, അപ്പം എന്നിലേക്ക് 20 n എന്നുള്ള പേരിൽ അതിനെ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വാല്യൂവിനെ തന്നെയാണ് കിട്ടുന്നത്? ആ 1001 ഇരിക്കുന്ന 20 എന്നുള്ള വാല്യൂവിനെ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അവിടെ n = n+1 എന്ന് പറയുമ്പോൾ ആ 20 എന്നുള്ള വാല്യൂവിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി 21 എന്നാക്കി അതിനെ എന്നിന്റെ ലൊക്കേഷനിൽ വെക്കുന്നു. എന്നിന്റെ ലൊക്കേഷൻ ഇപ്പൊ ഏതാണ്? 1001 ആണ് എന്നിന്റെ ലൊക്കേഷൻ. അപ്പം 1001 ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ 20 ആയിരുന്നു, അതിനെ മാറ്റി 21 എന്ന് വെച്ചു. എന്നിട്ട് എന്നിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്തു. തിരിച്ച് മെയിൻ ഫംഗ്ഷനിലേക്ക് വന്നു. മെയിൻ ഫംഗ്ഷനിൽ സി ഔട്ട് എക്സ് = എന്ന് പറഞ്ഞ എക്സിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. മെയിൻ ഫംഗ്ഷനിൽ എക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ മെമ്മറി ലൊക്കേഷൻ ഏത് തന്നെയാണ്? 1001 എന്നുള്ള മെമ്മറി ലൊക്കേഷൻ ആണ്. അപ്പം ഈ ഫംഗ്ഷൻ പ്രോസസിംഗിന് ശേഷം 1001 എന്നുള്ള മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഏത് വാല്യൂ ആണുള്ളത്? 20 ആണോ? അല്ല, അവിടെ മാറ്റം സംഭവിച്ച എന്തായിട്ടുണ്ട്? 21 ആയിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂ 21 എന്നായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് n = 21, x = 21 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ക്ലിയർ ആയോ? ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൾ ബൈ റെഫറൻസ് മെത്തേഡ് പ്രകാരം ഫോർമൽ ആർഗ്യുമെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആക്ച്വൽ ആർഗ്യുമെന്റിനെയും ബാധിക്കും. ക്ലിയർ ആയോ? കോൾ ബൈ റെഫറൻസിൽ ഫോർമൽ ആർഗ്യുമെന്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആക്ച്വൽ ആർഗ്യുമെന്റിനെയും ബാധിക്കും. കാരണം എന്താണ്? രണ്ടിന്റെയും മെമ്മറി ലൊക്കേഷൻ സെയിം ആണ് എന്നതാണ് കാരണം. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പം കോൾ ബൈ റെഫറൻസ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ഫോർമൽ ആർഗ്യുമെന്റിനെ സാധാ വേരിയബിൾ ആയിട്ടല്ല, പകരം റെഫറൻസ് വേരിയബിൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു റെഫറൻസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്?
മറ്റൊരു വേരിയബിളിന്റെ മെമ്മറി ലൊക്കേഷനെ ഷെയർ ചെയ്ത് റെഫർ ചെയ്ത് ഉപയോഗിക്കുന്ന വേരിയബിളിനെയാണ് നമ്മൾ റെഫറൻസ് വേരിയബിൾ എന്ന് പറയാം. അപ്പൊ റെഫറൻസ് വേരിയബിൾ ഇവിടെ മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇവിടെ ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ഒരു റെഫറൻസ് വേരിയബിൾ ആണ്. ഒരു റെഫറൻസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് സ്വന്തമായിട്ടൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവില്ല, പകരം അത് മറ്റൊരു വേരിയബിളിന്റെ മെമ്മറി ലൊക്കേഷനെ ഷെയർ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു റെഫറൻസ് വേരിയബിളിന് എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേഷൻ പ്രോസസ് ഉണ്ടാകില്ല. ബാക്കി എല്ലാ വേരിയബിളിനും ഒരു എക്സ്ക്ലൂസീവ്ലി മെമ്മറി അലോക്കേഷൻ ഉണ്ടാവും. അത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനു വേണ്ടി ഒരു മെമ്മറി ലൊക്കേഷൻ അവിടെ മാറ്റിവെക്കപ്പെടും. പക്ഷേ റെഫറൻസ് വേരിയബിളിന് അത്തരം ഒരു കാര്യം ഉണ്ടാവില്ല. അത് മറ്റൊരു വേരിയബിളിന്റെ മെമ്മറി ലൊക്കേഷനെ ഷെയർ ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി കോൾ ബൈ വാല്യൂ മെത്തേഡിലായിരുന്നുവെങ്കിൽ നമുക്ക് ആക്ച്വൽ ആർഗ്യുമെന്റിനെ നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിൾ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ വേണമെങ്കിൽ പാസ് ചെയ്യാം, അല്ല എങ്കിൽ ഒരു ഇക്വേഷൻ പോലെ ഒരു എക്സ്പ്രഷൻ പോലെ വേണമെങ്കിൽ ഒക്കെ പാസ് ചെയ്യാമായിരുന്നു. പക്ഷെ കോൾ ബൈ റെഫറൻസിൽ നമുക്ക് ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ തന്നെ ആയിരിക്കണം. അതൊരു കോൺസ്റ്റന്റോ എക്സ്പ്രഷനോ ഒന്നും ആവാൻ പറ്റില്ല. കാരണം എന്താണ്? നമുക്ക് ഇവിടുന്ന് ഒരു മെമ്മറി ലൊക്കേഷൻ ആണ് ഷെയർ ചെയ്യേണ്ടത്, അല്ലെ? ഒരു കോൺസ്റ്റന്റിന് ഒരു മെമ്മറി ലൊക്കേഷൻ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു എക്സ്പ്രഷൻ ഒരു മെമ്മറി ലൊക്കേഷൻ പറയാൻ പറ്റില്ല. വേരിയബിൾ ആണെങ്കിൽ മാത്രമേ അതിനൊരു മെമ്മറി ലൊക്കേഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കോൾ ബൈ റെഫറൻസിൽ ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കണം? ഒരു വേരിയബിൾ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പം എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അപ്പം ഒരേ എക്സാമ്പിൾ തന്നെ രണ്ട് രീതിയിൽ കോൾ ബൈ വാല്യൂ മെത്തേഡിലും കോൾ ബൈ റെഫറൻസ് മെത്തേഡിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസിന്റെ ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ള ഒരു ടേബിൾ പോലെയുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രോഗ്രാം നമ്മൾ കോൾ ബൈ വാല്യൂവിനെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള മറ്റൊരു പ്രോഗ്രാം ഒക്കെ അടുത്ത വീഡിയോ ചെയ്യാം. ഇപ്പൊ തന്നെ ഏകദേശം അരമണിക്കൂറിന്റെ ക്ലാസ് ആയി. അപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പല പ്രാവശ്യം തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കുക. കാരണം ഫംഗ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.